പ്രമുഖ നേതാക്കൾ അനുദിനം കൊഴിഞ്ഞുപോകുന്ന കോൺഗ്രസും വിവിധ കോണുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികളുമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ബിജെപിയുടെ നാഷണൽ കൗൺസിൽ യോഗം ഡൽഹിയിൽ ചേർന്നത്. തെരഞ്ഞെടുപ്പ് നേരിടാൻ സർവ്വതന്ത്രങ്ങളും മെനഞ്ഞ് കൗൺസിൽ യോഗം അവസാനിക്കുമ്പോൾ എടുത്തു പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ നരേന്ദ്രമോദി നടത്തിയ ഒരു ഇമോഷണൽ സ്ട്രൈക്ക് തന്നെയാണ്. ബിജെപിയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വപ്നമായിരുന്നു ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പ് റദ്ദാക്കുക എന്നത്. അത് നടപ്പിലാക്കിയ മോദി സർക്കാർ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെടുന്നത് പാർട്ടിക്ക് കുറി 370 സീറ്റുകളാണ്. ഇത് മുഖർജിക്കുള്ള ആദരാഞ്ജലിയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു വെക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള പ്രവർത്തകർക്ക് നൽകാൻ ഇതിലും വലിയൊരു ബൂസ്റ്റ് ഡോസ് വേറെയില്ല. ഇനിയുള്ള 100 ദിവസങ്ങൾ കഠിനാധ്വാനത്തിന്റേതാണെന്നും 370 സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഓരോ ബൂത്തിലും 370 വോട്ടുകൾ അധികം നേടണമെന്നും നരേന്ദ്രമോദി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നു. തന്റെ സർക്കാർ മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് വിദേശ രാഷ്ട്രങ്ങൾ പോലും വിശ്വസിക്കുന്നതായി മോദി പറയുന്നു. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ നിരവധി രാഷ്ട്രങ്ങളാണ് തന്നെ സന്ദർശനത്തിനായി ക്ഷണിച്ചതെന്നും മോദി ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ മോദി സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ലെന്ന് 370-ാം വകുപ്പ് റദ്ദാക്കൽ, അയോധ്യ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി കൗൺസിൽ യോഗം പ്രവർത്തകരോട് പറയുന്നു. നരേന്ദ്രമോദി മൂന്നാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും പാർട്ടി തന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്ന സന്ദേശം പകരാൻ കൗൺസിൽ യോഗത്തിലൂടെ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും ജനങ്ങളിലെത്തിച്ച് 100 ദിവസം കൊണ്ട് പാർട്ടി ലക്ഷ്യം വെക്കുന്ന 370 സീറ്റുകൾ പിടിച്ചെടുക്കണമെന്ന ആഹ്വാനത്തോടെയാണ് ബിജെപി കൗൺസിൽ യോഗം സമാപിച്ചത്. ഇതോടൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന തന്ത്രപരമായ നീക്കങ്ങൾക്കും യോഗം രൂപം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും കോൺഗ്രസിന്റെ ശ്രദ്ധ തിരിക്കാൻ കഴിയുന്ന നീക്കങ്ങളാണ് ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടാവുക. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ റദ്ദാക്കിയ നടപടി ഇതിനൊരു ഉദാഹരണമാണ്. കോൺഗ്രസ് നേതാക്കളുടെ പേരുള്ള അഴിമതി കേസുകൾ സജീവമാക്കുക എന്നതും വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളെ ബിജെപിയിൽ എത്തിക്കുക എന്നതും ഈ തന്ത്രങ്ങളുടെ ഭാഗമായിരിക്കും. കമൽനാഥ്, നവജോത് സിംഗ് സിദ്ധു, മനീഷ് തിവാരി എന്നിവരൊക്കെ ബിജെപി നേതൃത്വത്തിനു മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാനുള്ള പ്രപ്പോസലുകളുമായി രംഗത്തുണ്ടെന്നാണ് കേൾവി.